അതിന് ദോഷം ചെയ്ത പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഉത്സവമാചരിക്കാനാ. ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുക, ദൈവം നിന്നെ വിളിച്ചത് ഉത്സവമാചരിക്കാനാ. അഭിഷേകമുള്ളവന് പെട്ടകം ഒന്ന് കണ്ടാ മതി. പെട്ടകം കണ്ടാൽ ഉടനെ പുള്ളി രാജവസ്ത്രം ഊരി വെച്ചിട്ട് പഞ്ഞിനൂലങ്കി ധരിച്ചിട്ട് അല്ലെ ലജ്ജ കൂടാതെ ആരാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ വിളിച്ചത് ആരാധിക്കാനാ. ഇതിന്റെ കണികകൾ നമ്മിൽ നിന്ന് പൂർണ്ണമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ പാപം ദൈവത്തോട് ആണ് ഏറ്റുപറയേണ്ടത്. കാരണം ദൈവത്തോടല്ലാതെ പാപം ഏറ്റുപറഞ്ഞ 2-3 പേരുടെ കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് സമയം പോലെ മടങ്ങി വരാം. ഒന്നാമത്തെ ചിന്ത പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം. വേഗത്തിൽ കുറച്ച് വാക്യങ്ങൾ വായിക്കേണ്ടി വരും. പുറപ്പാട് 9:27. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. ഫറവോൻ ഇപ്പോൾ ഏറ്റു പറയുന്നത് ദൈവത്തോടല്ല, അഹരോനെയും മോശയും ആളയച്ചു വരുത്തിട്ട് അവരോട് പറഞ്ഞു, ഈ പ്രാവശ്യവും ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. 1 ശമൂവേലിന്റെ പുസ്തകം 26-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം, വേദപുസ്തകം കൊണ്ടുവന്നില്ല, ഒന്ന് എടുക്കണം. നമ്മൾ ആ പേജൊക്കെ ഒത്തിരി കാലമായിട്ട് മറിയാതിരിക്കുന്ന കൊണ്ട് ആ പേജ് ഒന്ന് മറിയുന്നത് നല്ലതാണ്. ഒന്ന് മറിച്ച് വായിച്ചു. വായിക്കുന്ന ആൾ ഉറക്കെ വായിക്കുക, അല്ലാത്തവർ ആ പേജ് എടുത്ത് വെച്ച് കാണുന്നത് നല്ലതാ. വായിക്കുന്ന ആളും വിട്ടുപോയോ? 1 ശമൂവേൽ 26:21. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്റെ മകനെ ദാവീദേ മടങ്ങി വരിക, എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയത് കൊണ്ട്. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, 3 വ്യക്തികൾ. 1 ഫറവോൻ അഹരോനെയും മോശയെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. 2 ശൗൽ എന്ന ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് കൊല്ലാൻ കൈ കിട്ടിയ ദാവീദ് കൊല്ലാതെ വിട്ടിട്ട് അടുത്ത പർവ്വതത്തിൽ പോയി നിന്നുകൊണ്ട്, ഈ രാത്രി നിന്നെ സൗകര്യപ്രദമായിട്ട് എൻ്റെ കൈ കിട്ടിയതാ, പക്ഷെ ഞാൻ നിന്നെ കൊന്നില്ല എന്ന് പറഞ്ഞ് വന്നതിൻ്റെ തെളിവ് പൊക്കി കാണിച്ചു. കട്ട് ചെയ്തെടുത്ത വസ്ത്രത്തിൻ്റെ അഗ്രം കാണിച്ചു. ഇത് കണ്ട ശൗല് പറഞ്ഞു, എൻ്റെ മകനെ, ഞാൻ പാപം ചെയ്തു. നിനക്ക് കൊല്ലാൻ അവസരം കിട്ടിയിട്ടും നീ എന്നെ കൊല്ലാതിരുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയല്ലോ, ഞാൻ പാപം ചെയ്തു എന്ന് മരുമകനോട് ഏറ്റു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3 യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ ആലയത്തിനകത്ത് എന്ന മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് തലേ രാത്രി മേടിച്ച 30 വെള്ളിക്കാശ് അവിടെ കൊണ്ടിട്ടു. 3 വ്യക്തികൾ പാപം ചെയ്തെന്ന് പറഞ്ഞു. 1 കൊട്ടാരത്തിനകത്തെ നിലവിളി, ഫറവോന്റെ നിലവിളി. 2 മരുഭൂമിയിലെ നിലവിളി, ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് ശൗലിന്റെ നിലവിളി. 3 ആലയത്തിലെ നിലവിളി, യൂദയുടെ നിലവിളി. ഈ 3 നിലവിളിയും ദൈവത്തോടായിരുന്നില്ല, മനുഷ്യരോടായിരുന്നു. അതുകൊണ്ട് പാപത്തിന് പരിഹാരം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പാപം ഏറ്റുപറഞ്ഞ ഫറവോൻ ചെങ്കടലിൽ മുങ്ങി ചത്തെന്ന് മാത്രമല്ല, ശവം കരയ്ക്കടിഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. പാപം ഏറ്റു പറഞ്ഞിട്ടും ചെങ്കടലിൽ മുങ്ങി ചത്തിട്ട് ശവം കരയ്ക്കടിഞ്ഞു. ശൗല് പാപം ഏറ്റു പറഞ്ഞിട്ടും ഏത് കുന്തം കൊണ്ട് മരുമകനെ കുത്താൻ നടന്നോ അതേ കുന്തത്തെ വീണ് അവൻ പ്രാണൻ വിട്ടുപോകാതെ പിടഞ്ഞപ്പോൾ ആരെ കൊല്ലാതെ ശേഷിപ്പിച്ച് അമാലേക്യം വന്നിട്ട് എല്ലാവരേക്കാൾ തോളൊപ്പത്തിന് മേളി പൊക്കമുണ്ടായിരുന്ന ഭാഗം കട്ട് ചെയ്തു. എന്റെ കൂടെ ഒന്ന് വരണേ, ഒന്നുകൂടെ ഞാൻ പറയുന്നു.
ശൗലിന്റെ യോഗ്യത എല്ലാവരേക്കാൾ തോളപ്പത്തിന് മേളിൽ പൊക്കമുള്ളവനാ. അമാലേക്കം വന്നിട്ട് ആ പൊക്കമുള്ള ഭാഗം കട്ട് ചെയ്തു. അഭിഷക്തനെ കുത്താൻ ഉപയോഗിച്ച കുന്തത്തെ വീണു. അവൻ ഗിൽബോവായി പെട്ടു. പറവോൻ ചെങ്കടലിൽ പെട്ടു. ഇവൻ ഗിൽബോവായി പെട്ടു. യൂദ കെട്ടിയാന്നു, കയറ് പൊട്ടി താഴെ വീണു, കുടല് തുറിച്ചു. അവൻ അങ്ങനെ ചത്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദാവീദ് പൂർണ്ണ വാർദ്ധക്യത്തിൽ തന്റെ മകന്റെ തല കിരീടം വെച്ച് തന്റെ കസാറയിൽ അവനെ പിടിച്ചിരുത്തി അവനെ അനുഗ്രഹിച്ചേച്ച് പിതാക്കന്മാരോട് ചേർന്നു. ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞവൻ ദൈവത്തോട് ചേർന്നു. ഈ പകൽ എന്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. ദൈവാത്മാവിന് ആഴമായി ചില ദൂത് കൈമാറാനുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തിന്റെ 15-ാമത്തെ പകൽ പാപം വെച്ചുകൊണ്ടാരും പ്രാർത്ഥിക്കല്ല്. പാപം ഏറ്റുപറഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് ചിലതിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് നന്നായിട്ട് അടിച്ച് ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിക്കണം. ഹല്ലേലൂയ. സമയം പോലെ നമുക്ക് ചിന്തിക്കാം, എന്താണ് പറവോന്റെ പാപം? 2 പാപം പറയാം. ഒന്ന്, പറവോന്റെ ഒന്നാമത്തെ പാപം ദൈവത്തിന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം എന്ന് ആവർത്തിച്ചു ദൈവം പറഞ്ഞിട്ടും അവൻ ജനത്തെ ആരാധിക്കാൻ വിട്ടയച്ചില്ല. ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം, ഓരോ ബാധകൾ വന്നിട്ടും അവന്റെ ഹൃദയം പിന്നെയും പിന്നെയും കഠിനപ്പെട്ടു. 2 പാപങ്ങൾ വാക്യസഹിതം പിന്നെ നമുക്ക് ചിന്തിക്കാം. ശൗലിന്റെ പാപം 2 പാപങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല. ദൈവ കൽപ്പന അനുസരിക്കുന്നവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞേ. എന്തോ ഒരു വല്ലായ്മ പോലെ. ഇതല്ല ഇന്ന് നിങ്ങളെ പ്രതീക്ഷിച്ചത് എനിക്കറിയാം. അത് പിന്നെ വരും. ഞാൻ 4 സെക്ഷൻ ഉണ്ടല്ലോ. തുടക്കത്തിൽ ഇളക്കിയിട്ട് കാര്യമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വലിയ മാനസാന്തരം എന്ന് പറഞ്ഞ് നടക്കണം. ഇന്നത്തെ ദൂത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, ബാക്കി നിങ്ങൾ പറ, അത്രയേ ഉള്ളൂ കാര്യം. അന്നേരം എൻ്റെ ദൂത് തീരും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൂതിനകത്ത് പ്രസംഗകൻ ഉൾപ്പെടെ, ഞാൻ ഒഴിവുള്ളവനല്ല, ഞാൻ ഉൾപ്പെടെ ഇന്ന് പകൽ മാനസാന്തരങ്ങൾ നടക്കണം. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ കരമടിച്ച് ആരാധിക്കട്ടെ. ആഴമായ മാനസാന്തരം നടക്കണം. ഹല്ലേലൂയ. എനിക്ക് പാസ്റ്ററുകളോട് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹുമാനമുണ്ട്. ഞാൻ പുകഴ്ത്തിയൊന്നുമല്ല. പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്ക് പറയും. ബഥേലിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളവർ കയറി നിൽക്കാൻ പറയും. അത് വേറെ ആരും പറയാത്തൊരു കാര്യമാണ്. അപ്പം ബഥേലിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഈ മെസ്സേജ് പറയാനാണ് ഞാനിത് വന്നേക്കുന്നത്. ബഥേലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിലെ മെസ്സേജ് പോത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സുഖിച്ചെന്ന് വരത്തില്ല. പക്ഷെ എല്ലായിടത്തും വിടുതൽ നടക്കണം. സന്തോഷമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത മേഖലകളുടെ മേൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകണം. അപ്പൊ ശൗല് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല. 2, ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതിന് പകരം തുടക്കത്തിൽ സുനിൽ പാസ്റ്റർ മുഖവരയിൽ പറഞ്ഞു, നമ്മുടെ കൂട്ട് തന്നെ തോന്നിക്കുന്ന വസ്ത്രം ധരിച്ച് നമ്മുടെ ഭക്തി പോലെ അഭിനയിച്ച് കയറി വന്ന് നമ്മിൽ ഒരുവനെ പോലെ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്നവരെ വെളിപ്പെടുത്തി. അതൊക്കെ ദൈവാത്മാവ് പറയിപ്പിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു. ശൗൽ എന്ന ദൈവത്തിന്റെ അഭിഷേകം വീണവൻ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ചു. ഇന്ന് പകൽ അകത്തുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു നല്ല പേരുള്ള ഒരാൾ മരിച്ചു വിശ്വാസകോളത്തിൽ. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടാ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് വേദപുസ്തകം തപ്പിയപ്പോൾ ശത്രു സംഹാര പൂജയ്ക്ക് പൈസ അടച്ച് എൻ്റെ 2 രസീത് ബുക്കിനകത്തിരിക്കും. ഇവിടെ ആരും കൈപൊക്കണ്ട.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്വന്തം ചെലവിൽ കൺവെൻഷൻ വെക്കുന്ന ആളാണ്. ഞാനും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ബൈബിളിനകത്ത് 2 പേപ്പർ രസീതിരിക്കുക, നേരത്തെ പൈസ അടച്ചല്ലേ. ആളിപ്പോൾ തട്ടിപ്പോയി, ഇപ്പൊ പുള്ളി ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചാലും ലൈവിട്ടാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ശൗല് ചെയ്ത 2ാമത്തെ പാപം, ദൈവത്തോട് ആലോചന ചോദിക്കാതെ വെളിച്ചപ്പാടത്തോട് പോയി എന്ത് ചെയ്തു? ഇവൻ അധികാരത്തിൽ കയറിപ്പോ ആദ്യം ചെയ്ത പരിപാടി അറിയാമോ? ശൗല് കൃപയെ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം അറിയാമോ? ഒന്ന് അമാലിയക്കനെ കൊല്ലാൻ പറഞ്ഞു. അതവൻ കൊന്നു, പക്ഷെ കുറച്ച് മിച്ചം വെച്ചു. സ്തോത്രം. ഈ 50 വീടി വലിക്കുന്ന 2 വീടി ആക്കിയതുപോലെ പുള്ളി 100 അമാലിയക്കനുണ്ടെങ്കിൽ 98 പേരെ കൊന്ന് 2 പേരെ ബാക്കി വെച്ചു. കാരണം കഴുത്ത് വെട്ടാൻ 2 പേര് വേണമല്ലോ. ഇവന്റെ തകർച്ചയ്ക്ക് 2നെ ശേഷിപ്പിച്ച നീ എന്തെങ്കിലും മിച്ചം വെക്കുന്നെങ്കിൽ അതെല്ലാം നിന്റെ നാശത്തിനാ. കൃപയിൽ വന്ന നീ ഒന്നും മിച്ചം വെക്കല്ലേ. നശിപ്പിക്കാൻ പറഞ്ഞ എല്ലാം നീ നശിപ്പിക്കണം. സന്തോഷമുണ്ടെങ്കിലേ ആരാധിക്കാവുള്ളൂ. നീക്കാൻ പറഞ്ഞതിനെ നീ നീക്കണം. നീയായി മിച്ചം വെച്ചാൽ പിന്നത്തേതിൽ അത് നിന്റെ നാശത്തിന് കാരണമാകും. ഹല്ലേലൂയ. 2, ദേശത്തെ സകല മന്ത്രവാദികളെയും വെളിച്ചപ്പാടത്തികളെയും ദേശത്ത് നിർമൂലമാക്കാൻ ശൗലിനോട് ദൈവം പറഞ്ഞു. നമുക്ക് വായിക്കാം, സമയമുണ്ടല്ലോ. എല്ലാരും നീക്കിയില്ല, അവിടെ ഇവിടെയും 2നെ മിച്ചം വെച്ചു. കാരണം കൃപ പോയി കഴിഞ്ഞാൽ രാത്രി പോയി ചോദിക്കാൻ ആള് വേണമല്ലോ. 2 പാപം. യൂദാ 2 പാപം ചെയ്തു. ഒന്ന് ദ്രവ്യാഗ്രഹം, 2 8 അവസരങ്ങൾ കർത്താവ് തന്നെ നേരിട്ട് കൊടുത്തു. ഈ 15 ദിവസം 30 മെസ്സേജ് ഇവരെല്ലാം വന്ന് പറഞ്ഞത് നമ്മളുടെ മടങ്ങിവരവിനാ. അതേപോലെ കർത്താവ് 8 അവസരത്തിൽ ഈ യൂദയ്ക്ക് പിന്മാറാൻ അവസരം കൊടുത്തു. 8 അവസരം കിട്ടിയിട്ടും ഇവന് മാനസാന്തരപ്പെട്ടില്ല. 2 പാപം. അവസരങ്ങൾ കിട്ടിയിട്ടും മാനസാന്തരപ്പെട്ടില്ല. 2 വലിയ ദ്രവ്യാഗ്രഹം. 2 അവനെ കൊണ്ടെത്തിച്ചത് വലിയ നാശത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. അപ്പോൾ പാപമോചനം 3 പേർക്ക് ലഭിച്ചില്ല. ഒരല്ലേലൂയ പറയണം. ഇന്ന് പകൽ വന്നവർക്കും നിന്നവർക്കും എല്ലാം ലഭിക്കേണ്ടത് പാപമോചനമാണ്. ഒത്തിരി കൃപാവരം ലഭിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകിയോ പ്രവാചകനോ ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നിയോഗമുള്ളവരുടെ മേൽ പകരട്ടെ. ശുശ്രൂഷകനായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് പകൽ പാപമോചനം ലഭിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ ആഴമായ പാപമോചനം ലഭിക്കണം. സന്തോഷമുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം മോശയെ വിളിച്ച് അങ്ങോട്ട് അയച്ചത്? ഒറ്റ കാര്യമാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം. ഇതൊക്കെ നമ്മുടെ ദൈവദാസനെ കൂടെ തന്നെ 1000 പ്രാവശ്യം കേട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞത് കൊണ്ട് ആ വിഷയം തന്നെ എടുക്കുകയാണ്. പുറപ്പാട് 6-ന്റെ 10-ഉം 11-ഉം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു. മോശയെ ദൈവം വിളിച്ചത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഒറ്റ കാര്യം. മിസ്രയീമിൽ നിന്ന് എന്റെ ജനത്തെ വിട്ടയക്കണം. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് പകൽ ഞാൻ വന്നതും ചിലതിനെയൊക്കെ വിട്ടയക്കണം. പുറത്തിറങ്ങി ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത നിലകളിൽ ചില അകത്തളങ്ങളിൽ നുകം വെച്ചതുപോലെ പെടലിക്ക് നുകം വെച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ചില ഊഴിയവേല ചെയ്യിക്കുന്നത് പോലെ കഷ്ടതയുടെ കയ്പുക നാടി കുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം വിട്ടയക്കാനാ ഈ ഉപവാസം നടക്കുന്നത്. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആഗ്രഹം മോശയെ അയച്ചതിന്റെ പിൻപിൽ ജനത്തെ വിട്ടയക്കണം. എന്തിനാണ് ജനത്തെ വിട്ടയക്കുന്നത്? ഒരു 5 കാര്യം നമുക്ക് ചിന്തിക്കാം. ഒത്തിരി കാര്യം പറയാൻ നമുക്ക് സമയമില്ല. ഒരു 5 കാര്യം. ഒന്നാമത്തെ കാര്യം ഒന്ന് വായിച്ചേ.
പുറപ്പാട് 3:7-8. യഹോവ അരുളി ചെയ്തു, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ. പിന്നെ വായിക്കാം. എന്തിനാണ് ജനത്തെ വിട്ടയക്കുന്നത്? പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക്, നല്ലൊരു ദേശത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ വിട്ടയക്കണം. വിളിച്ചത് നല്ല ദേശത്ത് കൊണ്ട് എത്തിക്കാനാ. മനോഹരമായ ദേശം. ഇവിടെ മുഖവരിയിൽ അധ്യക്ഷൻ പറഞ്ഞല്ലോ, സിയോൻ ദേശം നമുക്ക് വെച്ചിരിക്കുക. വിളിച്ചത് സിയോനി കൊണ്ട് എത്തിക്കാനാ, വിളിച്ചത് കനാനി കൊണ്ട് എത്തിക്കാനാ, വിളിച്ചത് പാലും തേനും ഒഴുകുന്ന നല്ല ദേശത്ത് കൊണ്ടേയാക്കാനാ. പക്ഷെ ഇപ്പൊ അത് ചില ജാതികളുടെ കയ്യിലാ. ആ ജാതികളെ അവിടുന്ന് തുടച്ചു മാറ്റിയിട്ട് ആ മനോഹര ദേശം അളവ് നൂല് പിടിച്ച് വാക്തത്വമുള്ള നിന്റെ കൈ തരാനാ നിന്നെ വിളിച്ചേക്കുന്നത്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. വിളിച്ചത് എന്നും കൈയടിച്ച് തീരാനല്ല, കുറെ അന്യഭാഷ പറഞ്ഞ് അവസാനിക്കാനല്ല. ഇന്ന് പകൽ വിളിച്ചിരിക്കുന്നത് ചില വാക്തത്വ ദേശങ്ങളെ ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന, ശത്രു കൈവശം വച്ചിരിക്കുന്ന ചിലതിനെ നിന്റെ കയ്യിൽ തിരിച്ചു തരാനാണ് ദൈവം നിന്നെ വിളിച്ചതെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരിന്ന് പകൽക്കാലം പരിസരം മറന്ന് ആരാധിക്കട്ടെ. ദൈവം വിളിച്ചത് നിനക്കൊരു വാഗ്ദത്ത ദേശം തരാനോ. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം, സമയമുണ്ടല്ലോ, ശ്രദ്ധിച്ചേ. ഒന്ന്, നമ്മെ വിളിച്ചത് ഒരു മനോഹര ദേശം തരാൻ, കനാനി കൊണ്ട് എത്തിക്കാൻ, പാലും തേനും ഒഴുകുന്ന ദേശത്തെത്തിക്കാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ചിറ്റുള്ളി, പടവലങ്ങ, ഉള്ളി ഒക്കെ കഴിച്ചു കിടക്കുന്ന, ഇറച്ചിക്കടത്തിന് മണം പിടിച്ചു കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു, നിന്നെ ഊഴിയ വിചാരകന്മാർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഇറങ്ങി വന്നത് നിന്നെ മനോഹരമായ ഒരു ദേശത്ത് കൊണ്ട് എത്തിക്കാനാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ചില കുടുംബത്തിന്റെ ഉള്ളറകളിലെ ചില ഊഴിയ വേലയുടെ കഷ്ടതകൾ ദൈവം അഴിച്ചു മാറ്റുന്ന പകലെന്ന് ദൈവാത്മാവാഴത്തിൽ ഇടപെടുകയാ. ആലെ വിശ്വസിക്കുന്നവർ മാത്രം ആരാധിക്കട്ടെ. നിന്റെ കുടുംബത്തെ ഊഴിയ വേല ചെയ്യിപ്പിച്ച് കഷ്ടതയുടെ ആഴങ്ങളിൽ കൊണ്ട് എത്തിക്കുന്ന ചില മേഖലകളുടെ മേൽ ഇന്ന് രാത്രി ദൈവം ജയം തരുകയോ. അപ്പൊ ഒന്ന്, നല്ലൊരു ദേശത്ത് കൊണ്ട് എത്തിക്കാൻ. നിങ്ങൾ മറന്നു പോകല്ലേ, നമുക്ക് തിരിച്ചവിടെ വരണം. രണ്ട്, പുറപ്പാട് 7:16. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ 8:1 യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. 8:20. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിൽക്ക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. 9:1. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. 9:13. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. 10:3. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്നു അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തിന്റെ ട്യൂണ് മാറുന്നുണ്ട്. നിങ്ങൾ ആ വാക്യം വിടല്ലേ. കഴിഞ്ഞ 5 വാക്യത്തിൽ പറഞ്ഞ ഡയലോഗ് അല്ല ഇപ്പോള്. ഇപ്പം ദൈവത്തിന്റെ ട്യൂണ് മാറി. എന്റെ മുമ്പാകെ
എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും. എന്നെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ നിനക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നടപടി തുടങ്ങാൻ പോവാന്നാ. ഹലോ, ഞാൻ ആദ്യം മാനം മര്യാദക്ക് നിന്നോട് പറഞ്ഞു ആരാധിക്കാൻ വിടാൻ. 1 അല്ല 2 അല്ല 5 ആവർത്തി പറഞ്ഞു. നീ വിടുന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. നിനക്കിതുവരെയും മനസ്സിനൊരു താഴ്മ വരാതെ എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ മനസ്സില്ലെങ്കിൽ ഞാൻ ഇടപെടുമെന്നാ ദൈവം പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ദൈവം ജനത്തെ വിടുവിച്ചിരിക്കുന്നത് ആരാധിക്കാനായിട്ടാ. ഹല്ലേലൂയ. ഇവിടെ ആരെ നിർബന്ധിച്ച് ആരാധിപ്പിക്കണ്ട. വന്നവന്റെ ജോലി ആരാധിക്കുക, ഇറങ്ങി തിരിച്ചവന്റെ പണി ആരാധിക്കുക. ആരാധിക്കാൻ വേണ്ടിയാ ദൈവം വിളിച്ചേക്കുന്നേ. ഒന്ന് ശ്രദ്ധിക്കണേ. 1 ദൈവം വിളിച്ചത് കനാനി കൊണ്ടെത്തിക്കാൻ, 2 ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുകയാണോ ആരാധിപ്പിക്കുകയാണോ? എന്നോട് ക്ഷമിക്കണം. PC ചെറിയാൻ പാസ്റ്റർ വന്ന്, പ്രിൻസ് പാസ്റ്റർ വന്ന്, സാമാത്യു പാസ്റ്റർ വന്ന്, അങ്ങനെ അനിയൻകുഞ്ഞ് പാസ്റ്റർ വന്ന്, പിന്നെ പാസ്റ്റങ്ങൾ വന്ന്, സുനിൽ പാസ്റ്റർ വന്ന് നമ്മളെ ആരാധിപ്പിക്കുകയാണോ അതോ നമ്മൾ ആരാധിക്കുകയാണോ? KB ഇമ്മാനുവേൽ വന്ന്, ഹലോ, നമ്മളെ ആരാധിപ്പിക്കുകയാണോ ആരാധിക്കുകയാണോ? എൻ്റെ ജനത്തെ ആരാധിപ്പിക്കാൻ വിട്ടയക്കാനാണോ ദൈവം പറഞ്ഞേ? നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളെ ആരാധിപ്പിക്കുകയാണോ നമ്മൾ ആരാധിക്കുകയാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിപ്പോ ഒരാള് റാന്നിന്ന് വരണം, വന്നിട്ട് പറയണം സന്തോഷമുണ്ട് ആരാധിച്ചാട്ടെ എന്ന് പറഞ്ഞാലേ ആരാധന വരൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ എൻ്റെ ജനത്തെ ആരാധിപ്പിക്കാൻ വിളിക്കാനല്ല, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്. ആരാധന ആരുടെ കുത്തകയല്ല, ആരാധന പാസ്റ്ററുടെ കുത്തകയല്ല, ആരാധന വർഷിപ്പ് ലീഡറിന്റെ കുത്തകയല്ല. ആരാധന വീണ്ടെടുക്കപ്പെട്ടവന്റെ, വിടുവിക്കപ്പെട്ടവന്റെ, വിളിച്ചു വേർതിരിച്ചവന്റെ അവകാശമാ. അവൻ ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ മടിക്കരുത്. ആരാധന ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധിപ്പിക്കുന്നത് PC ചെറിയാൻ പാസ്റ്റർ അല്ല, നിന്റെ മേൽ പകർന്ന അഭിഷേകമാണ്. അഭിഷേകമുള്ളവര് പെട്ടകം ഒന്ന് കണ്ടാ മതി. പെട്ടകം കണ്ടാൽ ഉടനെ പുള്ളി രാജവസ്ത്രം ഊരി വെച്ചിട്ട് പഞ്ഞിനൂലങ്കി ധരിച്ചിട്ട് അല്ലെ ലജ്ജ കൂടാതെ ആരാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ വിളിച്ചത് ആരാധിക്കാനാ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ക്ഷീണിച്ചവന്റെ ആരാധനയല്ല, തോറ്റവന്റെ ആരാധനയല്ല, ജയിച്ചവന്റെ ആരാധന. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആവർത്തിച്ചു പറഞ്ഞു, മോശേ നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയണം, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം, ആരാധിക്കാൻ വിട്ടയക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസത്തിന് മുമ്പേ ലക്ഷ്യം ജനമെല്ലാം ആരാധനക്കാരായി മാറണം. ഹല്ലേലൂയ. അതിന് പരപ്രേരണ വേണ്ട. എലിസബത്തിന്റെ വയറ്റിൽ കിടന്ന 6 മാസമുള്ള കൊച്ച് ആരാധിച്ചു. പ്രസംഗം കേട്ടൊന്നുമല്ല, നല്ല കട്ടിയായ പോയിന്റ് കേട്ടുമല്ല. ആണോ പറ? ഇതുവരെ കേൾക്കാത്തൊരു ദൂത് കേട്ടപ്പോഴാണ് യോഹന്നാൻ അകത്ത് കിടന്ന് ആരാധിച്ചേ. യേശുവിന്റെ സാന്നിധ്യം മണത്തതേ ഉള്ളൂ. മറിയയുടെ ഉദരത്തിലുള്ള യേശുവിന്റെ സാന്നിധ്യം അകത്ത് കിടന്ന യോഹന്നാൻ വെളിപ്പെട്ടപ്പോൾ അവൻ അകത്ത് കിടന്ന ആത്മാവിലായെങ്കിൽ ഇന്ന് രാവിലെ ഈ സാന്നിധ്യം ഇവിടെയുണ്ട്. ബേഥേലിൽ ഇന്ന് രാവിലെ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നീ മൗനമായിരിക്കരുത്. നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയണമെങ്കിൽ, നിന്റെ തലമുറയുടെ കെട്ടഴിയണമെങ്കിൽ, നിന്റെ മേലെ ഫറവോന്യ ബന്ധനം അടിയണമെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ആരാധിച്ചേ മതിയാകൂ. നമുക്ക് ചിന്തിക്കാം. എങ്കിലും വിടുവിച്ചതിന്റെ പുറകിലെ
വിട്ടയക്കാൻ പറഞ്ഞതിന് പുറകിലെ മൂന്നാമത്തെ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം കനാനി കൊണ്ട് എത്തിക്കാൻ, രണ്ടാമത്തെ ഉദ്ദേശം ആരാധിക്കാൻ, മൂന്നാമത്തെ ഉദ്ദേശം മരുഭൂമിയിൽ എനിക്ക് ഉത്സവം ആചരിക്കാൻ. എന്തോ ആചരിക്കാനാ? എല്ലാരും പറഞ്ഞേ, ഉത്സവം ആചരിക്കാൻ ആണ് ദൈവം പിടിപ്പിച്ച്. അതിന് 7 ഉത്സവങ്ങൾ കൊടുത്തു. ഒരു വർഷത്തിൽ 7 ഉത്സവം. ബഥേലിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ 15ാമത്തെ ദിവസമായത്. ഹലോ, 35ാമത്തെ ആനുവൽ ഉത്സവം നടക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയെന്ന് ഇത്രത്തോളം ആക്കിയതിന്റെ ഉത്സവം നടക്കുക. വീണ്ടെടുക്കപ്പെട്ടവന്റെ ഉത്സവം നടക്കുകയാ. രക്ഷിച്ചു കൊണ്ടുവന്നതിന്റെ പുറകിലെ ദൈവത്തിന്റെ പ്ലാൻ ഉത്സവം ആചരിക്കണം. ഓ ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷം ഈ ആലയത്തിൽ ഉയരണം. സന്തോഷമുള്ളവരെ, ദൈവത്തെ ആരാധിക്കാവുള്ളൂ രാവിലെ. ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷം. ഹല്ലേലൂയ. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാൾ, രണ്ടാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, മൂന്നാമത്തെ പെരുന്നാൾ ആദ്യ ബലക്കറ്റയുടെ പെരുന്നാൾ, നാലാമത്തെ പെരുന്നാൾ പെന്തക്കോസ് പെരുന്നാൾ, അഞ്ചാമത്തെ പെരുന്നാൾ കാഹളധ്വനി പെരുന്നാൾ, ആറാമത്തെ പെരുന്നാൾ മഹാപാപ പരിഹാര പെരുന്നാൾ, ഏഴാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. 7 പെരുന്നാള്. പറവോനെ, എന്റെ ജനത്തെ മരുഭൂമിയിൽ ഉത്സവം ആചരിക്കാൻ വിട്ടയക്കണം. നിന്നെ ബെന്തിക്കോസിൽ കൊണ്ടുവന്നത്, നിന്നെ ബഥേലിൽ കൊണ്ടുവന്നത് ദൈവത്തിൽ ഉത്സവം ആചരിക്കാനാ. ഓ റബല ശബ്ദര രഗമന. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് അവരെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇവിടെ വന്നത് ചുമ്മാ മൗനമായിരിക്കാനല്ല, എന്റെ ദൈവത്തിൽ ഉത്സവം ആചരിക്കാനാ. ഓ റിഗ ലബര രഗദ ലൗഷേ റിമനെ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ ധാരണ കോളി വന്നു വെച്ച്, ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ച കർത്താവ് നല്ലവനായിരുന്നു, നിങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണില്ല, ഈ ഒരു അടുത്ത ആഴ്ച വീഴാതിരിക്കാൻ വേണ്ടി എല്ലാവരും വളരെ കാര്യമായിട്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ ഉത കൊടുത്തോണ്ടാണ് നീ നിൽക്കുന്നതെന്നാ. വലിയ പാളം തുടമ്പാടേക്ക് മലബാർഗപ്പട കമ്പിങ്ങനെ ഉത കൊടുത്തു പറഞ്ഞ് നിന്നെ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിച്ച് വീഴാൻ നിർത്തിയേക്കുക. ഉത്തരവാരും പറഞ്ഞില്ല. ഹലോ, ഞങ്ങൾ ആരെങ്കിലും പ്രാർത്ഥന ഉത വലിച്ചാൽ നീ പോക്ക? അങ്ങനെയാണോ? എൻ്റെ കുഞ്ഞെ, നിന്നെ വിളിച്ചത് ഉത്സവം ആചരിക്കാൻ. 400-ലധികം വർഷങ്ങൾ നിന്നെ ബന്ധിച്ച്, നിന്നെ പീഡിപ്പിച്ച്, നിന്നെ കഷ്ടപ്പെടുത്തി, നിന്നെ ഊഴിയവേല ചെയ്യിപ്പിച്ച്, നന്മയെല്ലാം അപകരിച്ച്, കൂടാരത്തിൽ വെളിപ്പെടെ അനുഗ്രഹങ്ങൾ തകർത്ത്, ആദിജാതന്മാരെ നൈൽ നദിയിൽ ഒഴുക്കി, തലമുറകളെ ഇല്ലാതെയാക്കി, അതിന് ദോഷം ചെയ്ത പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഉത്സവം ആചരിക്കാനാ. ഉത്സവം ആചരിക്കാനാ. ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുക, ദൈവം നിന്നെ വിളിച്ചത് ഉത്സവം ആചരിക്കാനാ. അഭിഷേകമുള്ളവർ മൗനമായിരിക്കാതെ ഉത്സവത്തിന്റെ ആ സന്തോഷത്തോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവ സന്നിധിയിലെ സന്തോഷം, അവന്റെ വലതുഭാഗത്ത് എന്നുമുള്ള പ്രമോദം. ഈ പാപം ചെയ്ത ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം കേൾക്കണ്ടേ? ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാൻ പറഞ്ഞ അർത്ഥം എടുത്തോണ്ട് പോയെന്നല്ലേ? രാജസ്ഥാനം പോയില്ല, കിരീടം പോയില്ല, സിംഹാസനം പോയില്ല, ചെങ്കോല് പോയില്ല, ഭരണം പോയില്ല, പക്ഷെ സന്തോഷം പോയി. ശൂന്യക്കാരുടെ ഭാഷ പറഞ്ഞാൽ വേണ്ടുന്നത് പോയി, വേണ്ടുന്നതില്ല, ബാക്കിയെല്ലാം ഉണ്ടെന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ദാവീദിന് ഭരണം പോയില്ല, സിംഹാസനം പോയില്ല, ചെങ്കോല് പോയില്ല, കിരീടം പോയില്ല, ഭാര്യമാര് പോയില്ല, പിള്ളേര് പോയില്ല. പോയതെന്താ പോയേ? ഇരിപ്പണ്ട അറിയത്തില്ലേ? പറയെല്ലാരും കൂടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ആള് മാറി വന്നിട്ട് കാര്യമില്ല. തിരിച്ചുപോയ സന്തോഷം തിരിച്ചു പിടിക്കണം. നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്നിൽ നിന്ന് പിശാച് അപകരിച്ച സന്തോഷം ഇന്ന് പോലെ ആത്മാവിൽ തിരിച്ചു പിടിക്കണം. നീ ദൈവത്തോട് പറയണം, അല്ലേ എന്റെ സന്തോഷം മടക്കി തരണമേ.
ഓ, വിശ്വസിക്കുന്നവരെ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ ചിലത് തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോ ഇടപെടുകയോ. അതാ പൗലോസ് റോമാലേഖനം 14:17 പറഞ്ഞത്. ദൈവരാജ്യം ഭക്ഷണവുമല്ല, പിന്നെന്തുവാ? പറ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ ഉണ്ടോ? പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ടോ? കയ്യടി ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചേ. ഇടയ്ക്കിടയ്ക്ക് 2 അന്യഭാഷ ഉണ്ടോന്നല്ല ചോദിച്ചേ. ആത്മാവിലെ സന്തോഷമുണ്ടോ? ഹലോ, നിങ്ങളുടെ അന്യഭാഷ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചില്ല. കയ്യടി ഉണ്ടോന്ന് ചോദിച്ചില്ല. എനിക്കറിയേണ്ടത് പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ടോ? ഈ ലോകത്തിൽ അതില്ല, പക്ഷെ നിനക്കതുണ്ട്. ഇന്ന് പകർക്കാർ നീ പ്രാർത്ഥിച്ച് തിരികെ പിടിക്കണം. ആ സന്തോഷം മടക്കി തരണം. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്നിൽ നിന്ന് തന്ത്രപരമായി പിശാച് അപഹരിച്ച ആത്മാവിലെ സന്തോഷം തിരിച്ചു പിടിക്കാൻ. ഓ ദീപാരാബാല ശബ്ദാരാധാര വൈഡാരാമന. ഞാനൊരു ഇച്ചിരി ഗൗരവമാണെന്ന് തോന്നില്ലേ? സ്നേഹത്തിൽ പറയുക. പ്രായത്തിൻ്റെ കുഴപ്പമാണ്. ഇച്ചിരി ദേഷ്യം പോലൊക്കെ തോന്നുന്നത്. സ്തോത്രം. സന്തോഷമുണ്ടോ? വീട് തന്നില്ലേ? കാർ തന്നില്ലേ? പിള്ളേരെ തന്നില്ലേ? ജോലി തന്നില്ലേ? ഒന്നിനെ ന്യൂസിലൻഡിലും, ഒന്നിനെ അയർലൻഡിലും, ഒന്നിനെ സ്കോട്ട്ലൻഡിലും, ഒന്നിനെ ഓസ്ട്രേലിയയിലും, ഒന്നിനെ അമേരിക്കയിലും വിട്ടില്ലേ? വീട് ഓൾഡ് ഏജ് ഹോം ആയില്ലേ? എന്നിട്ട് സന്തോഷമുണ്ടോ? പാകത്തെ പോർച്ച് കാറ്, പുറത്ത് കാറ്, പക്ഷെ സന്തോഷമുണ്ടോ? ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ദാവീദിന്റെ കരച്ചിൽ ആ രക്ഷയുടെ സന്തോഷം. എന്നും വൈകിട്ട് ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്ന് പാടി ആരാധിക്കുന്ന ആ സന്തോഷം. എന്നും രാവിലെ ഭാര്യയും മക്കളും കൂടെ ഒന്നിച്ച് ആരാധിക്കുന്ന ആ സന്തോഷം. എന്നും ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോയി പ്രാപിക്കുന്ന ആ സന്തോഷം. എന്നും വെള്ളിയാഴ്ച ഉപവസിക്കാൻ പോയി പ്രാപിക്കുന്ന ആ സന്തോഷം. ഇപ്പൊ അതൊന്നും ഇല്ലെന്ന്. ഞങ്ങൾക്കിപ്പോ വേണ്ടത് ഒരു 10 ഏക്കർ സ്ഥലമല്ല. എന്റെ മോൻ വേണ്ടി രാജാവാകുകയല്ല. എനിക്ക് വേണ്ടത് ആ സന്തോഷം തിരിച്ചു തരണം. ഇന്ന് അവരെ തിരിച്ചു പിടിച്ചോണം. നിന്നിൽ നിന്ന് ശത്രു അപകരിച്ച രക്ഷയുടെ സന്തോഷം, ആത്മാവിന്റെ സന്തോഷം ഇന്ന് തിരിച്ചു പിടിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഈ 15ാമത്തെ പകൽ ശത്രു തന്ത്രപരമായി അപകരിച്ചത്